ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ജിയോ സിനിമാസ് വഴി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു തമിഴ് റൊമാൻറ്റിക് കോമഡി ഫിലിമായിരുന്നു പൊന്നൊன்று കൊണ്ടൈ എന്നുള്ളത്. സിനിമയ്ക്കുള്ളിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അശോക് സെൽവൻ, അതുപോലെ തന്നെ ഐശ്വര്യ ലക്ഷ്മി, വസന്തരവിയൊക്കെയാണ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. വി പ്രിയ എന്ന് പറയുന്ന സംവിധായികയാണ് ഈ ഒരു സിനിമയുടെ സംവിധാനവും കഥയും കാര്യങ്ങളൊക്കെ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. സിനിമയുടെ കഥ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിലെ രണ്ട് നായകന്മാരുടെ കുട്ടിക്കാലം കാണിച്ചുകൊണ്ടാണ് സിനിമയുടെ കഥ ആരംഭിക്കുന്നത്. ഇവരുടെ പേര് എന്നുള്ളത് ശിവ, അതുപോലെ തന്നെ സായി. എന്തായാലും ഇവർക്ക് കുട്ടിക്കാലം മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്, അല്ലെങ്കിൽ ഇവർ കണ്ണിൽ കണ്ടുകൂടാ എന്നുള്ളൊരവസ്ഥയാണ്. ഇതിനുള്ള ഒരു കാരണം ആ ഒരു സ്കൂളിൽ തന്നെ, അല്ലെങ്കിൽ ഇവരുടെ ചെറുപ്പ കാലഘട്ടത്തിൽ ഇവർ പഠിക്കുന്ന സ്കൂളിൽ തന്നെയുള്ള മറ്റൊരു പെൺകുട്ടിയാണ്. അവളുടെ പേര് എന്നുള്ളത് സുന്ദരി എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയാണ് സുന്ദരിക്ക് വേണ്ടി അടി കൂടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടുപേർക്കും സുന്ദരിയെ ഇഷ്ടമാണ്. ഒരാൾ മറ്റൊരാൾ വിട്ടുകൊടുക്കില്ല, സുന്ദരി എനിക്ക് വേണം എന്നുള്ള ഒരു വാശിയിലാണ് രണ്ടുപേരും. എന്തായാലും അവരുടെ ആ ഒരു ലൈഫിലൂടെ സിനിമ കടന്നു പോകുന്നതാണ്. ഏകദേശം ഒരു ഓൺലൈൻ എന്ന് പറയാൻ സാധിക്കും. ഞാൻ കൂടുതലായിട്ട് കഥ സ്പോയിലറൊന്നും ആക്കിയിട്ടില്ല. തുടക്കത്തിൽ കാണിക്കുന്ന കുറച്ച് രംഗങ്ങൾ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ളത് സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കിയെടുക്കുക. ഇപ്പോൾ ഈ ഒരു സിനിമയെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ ഇതിൻ്റെ കഥയൊക്കെ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു രസകരമായിട്ടുള്ള ഒരു പ്ലോട്ട് എന്നൊക്കെ തന്നെ പറയാൻ സാധിക്കും. ഇപ്പം ഞാൻ ഈ പറഞ്ഞത് മാത്രമല്ല കഥ എന്ന് പറയാൻ സാധിക്കും. മുന്നോട്ട് സിനിമ സഞ്ചരിക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടി അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഒക്കെ കഥയിൽ വരുന്നുണ്ട്. കൂടാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചെറിയ മൊമെൻറ്റ്സ് ഒക്കെ സിനിമയ്ക്കുള്ളിൽ കൊണ്ടുവെക്കുന്നുണ്ടെന്ന് പറയാൻ സാധിക്കും. അത്യാവശ്യം നമുക്ക് ചിരിക്കാനുള്ള കുറച്ച് വകകൾ ഈ ഒരു സിനിമയുടെ കഥാപരിസരത്തിനുള്ളിൽ നിന്നും തീർച്ചയായിട്ടും കിട്ടുന്നുണ്ടെന്ന് പറയാൻ സാധിക്കും. കൂടാതെ പെർഫോമൻസ് വൈസിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു, അശോക് സെൽവൻ, വസന്തരവി, ഐശ്വര്യ ലക്ഷ്മി, മൂന്ന് പേരും മത്സരിച്ചുള്ള ഒരു പ്രകടനം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മൂന്ന് പേരുടെ പ്രകടനത്തിലൂടെ നമുക്ക് ഒരുപാട് രസിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതും വസ്തുത തന്നെയാണ്. പിന്നെ ഒരു സിനിമയുടെ ഒരു ടെക്നിക്കൽ സൈഡിലേക്ക് എത്തുമ്പോഴത്തേക്കും എടുത്തു പറയേണ്ട ഒരു കാര്യം, യുവൻ ശങ്കർ രാജയാണ് സിനിമയുടെ മ്യൂസിക് വർക്ക് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് വർക്ക്. അത് ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഒരു 3-4 സോങ്സ് ഒക്കെ എത്തുന്നുണ്ട്. എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഈ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ആ ഒരു ഗാനങ്ങളൊന്നും സ്കിപ്പ് ചെയ്യില്ല. അമ്മാതിരി കിടിലോ ആയിട്ടുള്ള മ്യൂസിക് വർക്കാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. ഒരു പക്ഷേ ഞാൻ പറയട്ടെ, ഈ ഒരു സിനിമയുടെ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലും അദ്ദേഹം തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ടായിരിക്കും എന്തായാലും നല്ലൊരു ഹാർഡ് വർക്ക്. നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവെന്താണെന്ന് നമുക്കറിയാം. എന്തായാലും ഈ ഒരു സിനിമയിലേക്ക് എത്തുമ്പോഴത്തേക്കും ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്കും അതിൻ്റെ കൂടി ഒരു കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നല്ല രീതിയിലുള്ള മ്യൂസിക് വർക്കും അല്ലെങ്കിൽ ബീജിയംസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമയ്ക്കുള്ളിലുള്ളത്. അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം കൈകാര്യം ചെയ്തിട്ടുള്ള ഭഗത്താണ്. അദ്ദേഹത്തിൻ്റെ DOP കാഴ്ചകളൊക്കെ തന്നെ അത്യാവശ്യം നീറ്റായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഓവറോൾ പറയുമ്പോഴത്തേക്കും ഈ ഒരു സിനിമയുടെ കഥയ്ക്കുള്ളിൽ കുറച്ച് രസകരമായിട്ടുള്ള മൊമെൻറ്റ്സ് ഉണ്ട്. പെർഫോമൻസ് വൈസിൽ എല്ലാവരെയും നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യിക്കും. അതുപോലെ ടെക്നിക്കൽ സൈഡിലേക്ക് അത്യാവശ്യം ഒരു ക്വാളിറ്റി കൊടുത്തിട്ടുണ്ട്. എസ്പെഷ്യലി മ്യൂസിക് വർക്കൊക്കെ തന്നെ ഗംഭീരമായിട്ടാണ് സിനിമയ്ക്കുള്ളിൽ നിൽക്കുന്നത്. സിനിമയുടെ പ്രശ്നം എന്നുള്ളത് ഇപ്പോൾ ഒരു ഫസ്റ്റ് ഹാഫ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം രസകരമായിട്ടൊക്കെ തന്നെയാണ് കഥ മുമ്പോട്ട് പോകുന്നത്. എന്നാൽ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴത്തേക്കും സിനിമയ്ക്കുള്ളിൽ ആ ഒരു ക്യാരക്ടറൈസേഷൻ അല്ലെങ്കിൽ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അത് വളരെ സില്ലിയാക്കി സെക്കൻഡ് ഹാഫിൽ എഴുതിയേക്കുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. എസ്പെഷ്യലി പറയേണ്ടത് അശോക് സെൽവൻ്റെയും അതുപോലെ തന്നെ ഐശ്വര്യ ലക്ഷ്മിയുടെയൊക്കെ ക്യാരക്ടറിനെ വെച്ചിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഒട്ടും അങ്ങ് കൺവീൻസിങ് ആകാത്ത രീതിയിലാണ് എഴുതി വെച്ചിട്ടുള്ളത്. കൂടാതെ ക്ലൈമാക്സിലോട്ടൊക്കെ എത്തുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും പറയാൻ സാധിക്കും ഒരു ക്ലീഷേ എൻഡിങ് എന്നൊക്കെ പറയാൻ സാധിക്കും. കൂടാതെ ക്ലൈമാക്സിലോട്ട് വരുമ്പോഴത്തേക്കും എന്തൊക്കെയോ സിനിമയിലൂടെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒന്നും പറയാതെ സിനിമ അങ്ങ് അവസാനിപ്പിച്ച ഒരു ഫീലുമാണ് ചിത്രം ഉടനീളം തരുന്നത്. എന്നിരുന്നാൽ കൂടിയും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് കുറച്ച് ചിരിച്ചാലൊക്കെ മതി, കാര്യമായിട്ട് ഒന്നും നോക്കുന്നില്ല, കുറച്ചൊന്ന് രസിച്ചാൽ മതി. 2 മണിക്കൂറാണ് ലെങ്ത്. ആ ഒരു 2 മണിക്കൂർ ചുമ്മാ ഒരു ടൈം പാസിന് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ മതി, കുറച്ചൊക്കെ ഇങ്ങനെ ചിരിക്കുക, അതൊക്കെയാണ് എൻ്റെ ലക്ഷ്യം എന്നൊക്കെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ സാധിക്കുന്ന ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിനിമയ്ക്കുള്ളിൽ കാര്യമായിട്ടുള്ള സെക്ഷൽ കണ്ടന്റ് ഒന്നുമില്ല. ചെറിയൊരു സോങ്സിൻ്റെ ഇടയിൽ ചെറിയ ഇൻറ്റിമേറ്റ് സീൻസ് ഒക്കെ ഉള്ളൂ. അതൊന്നും മുഖം ചൊളിക്കുന്ന രീതിയിലുള്ളതല്ല. അതുകൊണ്ട് തന്നെ കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് വേണമെങ്കിൽ ഇരുന്ന് കാണാൻ സാധിക്കുന്ന ഒരു ഫിലിമാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല എന്നുള്ള ഒരു ഫീല്, അത് എൻഡിങ്ങിലോട്ട് എത്തിക്കഴിയുമ്പോഴത്തേക്കും ആ കുഴപ്പമില്ല എന്നുള്ളൊരു ഫീല് മാത്രമാണ് കിട്ടിയത്. തുടക്കത്തിലൊക്കെ നല്ല രസകരമായിട്ട് തന്നെയാണ് സിനിമയെ ബിൽഡ് ചെയ്തെടുത്തുകൊണ്ട് സംവിധായക പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ക്ലൈമാക്സിലോട്ടൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും എന്തൊക്കെയോ ഒരു ന്യൂനതകൾ പേഴ്സണലി എനിക്ക് തോന്നി. സോ ഒരു 6 out of 10 ആണ് നൽകുന്നത്, 10-6. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ടാണ്. ബൈ.